മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് ഒരു പ്രീമിയം ലെവലിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് നമ്മൾ 10 ലക്ഷത്തിൽ താഴെ ബഡ്ജറ്റ് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ആവും, നല്ല മൈലേജ് 20 കിലോമീറ്റർ എങ്ങനെയായാലും മൈലേജ് കിട്ടും ചെയ്യും. സോ നല്ല പെർഫോമൻസും ഉണ്ട്, അത്യാവശ്യം നമുക്ക് ബോഡി വെയിറ്റ് വരുന്ന വണ്ടിയാണ്. നമുക്ക് നമ്പർ ആക്കിയിട്ട് 7,10,000 കൊടുക്കാം. അത്യാവശ്യം ഒരു 10 ലക്ഷം വരെ ലോണും ചെയ്യാം. ഗ്യാരണ്ടി ഉള്ള വണ്ടി. ഒറിജിനൽ കേരള വാഹനം, അത് സിംഗിൾ ഓണർ അല്ല? അതെ, സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർ. ഇത് നമുക്ക് ഒരു 5 വരെയൊക്കെ ലോണും ചെയ്തു. ഡിയർ ഫ്രണ്ട്സ്, നമ്മളൊന്നൊരു പുതിയൊരു ഷോറൂമാണ്. ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ടൗണിൽ ആദ്യമായിട്ട് എത്തിയതാണ്. കാലിക്കറ്റ് കൊടിവള്ളിയിലാണ് നമ്മളിന്ന് എത്തിയിട്ടുള്ളത്. സോ ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രീമിയം സെഗ്മെന്റിലും അതേപോലെ തന്നെ ടയോട്ടയുടെ നല്ലൊരു കളക്ഷൻസും ആണ് ഡിവൈൻ കാർസിൽ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ കൊടുവള്ളിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് നമ്മൾ അറിയപ്പെടുന്നത് ഗോൾഡിന് വേണ്ടിയിട്ടാണ് അല്ലേ? അതേപോലെ തന്നെ ഇത്തവണ നമുക്ക് കാറുകളും നല്ലൊരു ഹബ്ബായിട്ട് നമുക്കിപ്പോൾ കൊടുവള്ളി മാറിയിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യമായിട്ടാണ് നമ്മൾ ഡിവൈനിലെത്തിയത്. കൂടെ ഡീറ്റെയിൽസുകളായിട്ട് ക്ഷമിക്കണം. നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു കറക്റ്റ് ഡിവൈൻ്റെ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാണ് നിങ്ങൾ കോഴിക്കോട് വയനാട് റോഡ്, അതായത് നമ്മൾ താമരശ്ശേരി ആണ് വയനാട് മെയിൻ ഹൈവേ. നമുക്ക് കൊടുവള്ളി ടൗൺ തന്നെയാണ് ഏകദേശം അല്ലേ? അതെ, 1 കിലോമീറ്റർ ഇപ്പുറം കൊടുവള്ളി എന്ന് പറയും. അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് ഫസ്റ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ടയോട്ടന്റെ ഒരു കളക്ഷനുകൾ കാര്യങ്ങളായിട്ടാണ്. മെയിനായിട്ട് നമുക്ക് ഏകദേശം എത്ര സ്റ്റോക്ക് ഒക്കെ വരുന്നുണ്ട്? നമുക്കിപ്പോ നിലവിൽ ഒരു 8-9 ഇന്നോവ ഉണ്ട്, കുറച്ച് വണ്ടികൾ വരാനുണ്ട്. അപ്പൊ എല്ലാ സെഗ്മെന്റും ഉണ്ട് നമുക്ക്. അതായത് നമുക്ക് ബഡ്ജറ്റ് കാർ മുതൽ അത്യാവശ്യം പ്രീമിയം ലെവൽ വരെ ഉണ്ട്. മിനി ഉണ്ട്, താർ ഉണ്ട്, ഇന്നോവ, ക്രിസ്റ്റ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പൊ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഇന്നോവ സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഏറ്റവും ബഡ്ജറ്റ് റേഞ്ച് ഉള്ളത് ഏതാണ് നമുക്ക് വരുന്നത്? ഇന്നോവ മോഡൽ വരുന്ന ഏകദേശം ഒരു 12-ന്റെ മുകളിലോട്ടുള്ള വണ്ടികളാണ് വരുന്നത്. 2012 വണ്ടി. 2012 നമ്മൾ കംഫർട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത വണ്ടിയാണ്. പിന്നെ പഞ്ചാബ് രജിസ്ട്രേഷൻ ആണ്, പ്രൈവറ്റ് വണ്ടിയാണ്. പഞ്ചാബ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മൾ ഒരു കേരള ഫീൽ തന്നെ ഒരു വണ്ടിയാണ് അല്ലെ? എങ്ങനെയായിരുന്നു ഇതിന്റെ ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് സിംഗിൾ ഓണർ വരുന്ന വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലെ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു വരുന്നത്? 190 ഓടിയ വണ്ടി. 190. എഞ്ചിനീയർ മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണല്ലോ അല്ലെ? നമുക്ക് കിലോമീറ്റർ ഗ്യാരണ്ടി പറയാൻ പറ്റും? പറയാൻ പറ്റും. അത്ര നമുക്ക് 100% ഗ്യാരണ്ടി. സിംഗിൾ ഓണർ ടൈപ്പ് 4 ആണ്. അന്നത്തെ വി ഓപ്ഷൻ ആണ് വരുന്നത്. അന്നത്തെ ഏറ്റവും ടോപ്പിന് വേണ്ടി നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും? നമുക്ക് നമ്പർ ആക്കിയിട്ട് 7,10,000 കൊടുക്കാം. ഒരു ബഡ്ജറ്റ് പ്രൈസ് ആണെന്ന് തന്നെ പറയാം. സിംഗിൾ ഓണർ വണ്ടിയാണ്. അത് നമുക്ക് നമ്പർ ആക്കിയിട്ട് 7,10,000 കൊടുക്കാം. നമ്പർ ആയി കഴിഞ്ഞാൽ ഒരു 1.5 രൂപയ്ക്ക് വണ്ടി ഇറക്കാം. ഒരു 4-5 വരെയൊക്കെ ലോൺ കിട്ടും ചെയ്യൂല. അടുത്ത അതിന്റെ ഒരു ഗ്രേ ഫിനിഷിംഗ് ആണ്. ഇതിൽ അത്യാവശ്യം നമുക്ക് ആഡ് ഓൺ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീക്രോം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ്. ഇവിടെ കൊടുവള്ളി രജിസ്ട്രേഷൻ തന്നെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ. ഒറിജിനൽ കേരളമാണ് വണ്ടി വരുന്നത്. ഇത് സെക്കൻഡ് ഓണർ റീ വണ്ടി തന്നെയാണ്. പക്ഷെ നല്ല മെയിൻറ്റൈൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് അല്ലെ? അത്യാവശ്യം നമുക്ക് വണ്ടിയാണ്. അതേപോലെ അപ് ടു 90% ടയേഴ്സ് കാര്യങ്ങള് നല്ല ഹൈ ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2012 സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർ അന്നത്തെ ഏറ്റവും ടോപ്പിൻ വേരിയന്റ് തന്നെയാണ് വരുന്നത്. ഇതിലൊക്കെ നോക്കി നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള വെഹിക്കിൾ ആണ്. കിലോമീറ്റർ എത്രയാണ് വന്നിട്ടുള്ളത്? ഇതും 2 ലക്ഷം കിലോമീറ്റർ പക്ഷെ ടയോട്ടയെ സംബന്ധിച്ച് അതൊന്നും ഒരു കിലോമീറ്റർ പറയാൻ പറ്റൂല. അത്രയും പക്കായിട്ടുള്ള വാഹനമാണ്. ഇതൊക്കെ നമുക്ക് ഇത് എത്ര രൂപ ചെയ്യാൻ പറ്റും? ഇത് നമുക്ക് 20 ആണ് ചോദിക്കുന്നത്. ചെറിയ നെഗോഷിയേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് നമുക്ക് ഒരു 5 വരെയൊക്കെ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമുക്ക് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങൾ. 3 വർഷം മുമ്പ് നമ്പർ ആയ വണ്ടി. 3-4 വർഷമായിട്ട് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ നിലവിൽ ഇപ്പൊ കേരളക്കാരനായിട്ടുണ്ട് അല്ലേ? നല്ല അത്യാവശ്യം ക്രിസ്റ്റന്റെ ഇത് വരുന്നുണ്ട്. ടൈലൈറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നല്ലൊരു കോസ്റ്റ്ലി ആയിട്ട് അത്യാവശ്യം നമുക്ക് ആഡ് ഓൺ ചെയ്തൊരു വെഹിക്കിൾ ആണ്. അതിപ്പോ നമുക്ക് ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം പ്രൊജക്ടർ ലാംപ്സ്, ഡേ ടൈം റണ്ണിംഗ് ലാമ്പ്, അങ്ങനെ അത്യാവശ്യം നല്ല അഡീഷണൽ ഫിറ്റിംഗ്സും വന്നിട്ടുള്ള വാഹനം. ഇതിന് അഗൈൻ വീണ്ടും നമുക്ക് ഇതാണ് ഒരു 2014 അല്ലെ? രജിസ്ട്രേഷൻ ആണ് വരുന്നത്. തേർഡ് ഓണർ ആണ് അല്ലെ? പക്ഷെ അത്യാവശ്യം നമുക്ക് നല്ല ഫിറ്റിംഗ്സുകൾ കാര്യങ്ങളെല്ലാം ഓൾറെഡി ഉള്ളൊരു വാഹനമാണ്. ഇത് ഏതായിരുന്നു ഓപ്ഷൻ? ഏതായിരുന്നു? ഇതും വി എൻ ആണ് അല്ലേ? 2012 തന്നെ. 2014 വി അല്ലേ? ഒറിജിനൽ ടൈപ്പ് 4 ആണ് വരുന്നത്. അത് നമുക്ക് അത്യാവശ്യം നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് തന്നെയാണ് അന്നത്തെ. അത് പക്ഷെ എല്ലാ ഫിറ്റിംഗ്സും തന്നെ കമ്പനി ഇൻബിൽറ്റ് ആയിട്ട് വരുന്നത്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ A10 NOC. അപ്പൊ നമുക്ക് ഇതൊരു 2 വർഷത്തെ മോഡലാണ്. അത്യാവശ്യം നമുക്ക് ചെറിയൊരു എമൗണ്ട് നമുക്ക് നമ്പറൊക്കെ ചെയ്ത് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റൂല? ചെയ്യാൻ പറ്റും. അപ്പൊ NOC പ്രൈസ് ആണ് 7,20,000 രൂപ. അതില് 70 റുപ്യ 60-70 റേഞ്ചിന്റെ നമ്പർ ആക്കാം ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമ്മൾ നമ്പർ ആക്കിയിട്ട് ചെയ്യാനും പറ്റൂല. നമ്പർ ആക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ലോണൊക്കെ ചെയ്യാനും പറ്റും.
എഗെയിൻ നമുക്ക് ഇതാണോ ഇന്നോവയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് സിൽക്കി ഗോൾഡ്. അതെ അതെ അതെ. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2012 G4 ആണ്. 2012 G4. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് വരുന്നത്. ഇതിലൊക്കെ നോക്കി നല്ല കിട്ടുന്ന വണ്ടിയാണ്. മേജറായ ആക്സിഡന്റ് ക്ലെയിമുകളൊന്നും ഇല്ലല്ലോ? ഹലോ, മേജറായ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ലല്ലോ? എഞ്ചിന്റെ മെക്കാനിക്കലൊക്കെ ഫിറ്റ്? കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട് ഈ വാഹനം? ഇത് 1:20 ആണ്. ഇത് ജെന്യൂൻ അല്ല. എഞ്ചിനെ മെക്കാനിക്കലൊക്കെ അതൊക്കെ പക്ക. നമുക്ക് ഫിറ്റ് 100% ഗ്യാരണ്ടി പറയാം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? നമുക്ക് 6:20 നമ്പർ ആയി കൊടുക്കാം. 6:20 നമ്പർ ആയിട്ടുള്ള പ്രൈസ്, നമ്പർ ആയി കൊടുക്കാം. ഒരു ഹാച്ച് ബാഗിന്റെ പ്രൈസിന് നമ്പർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൈവറ്റ് വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാട്ടോ. സിംഗിൾ ഓണർ വണ്ടിയാണ്, പ്രൈവറ്റ് വെഹിക്കിൾ ആണ്. പക്ഷെ എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഗ്യാരണ്ടി പറയാം. വീണ്ടും നമുക്ക് സെയിം കളറിൽ തന്നെ വീണ്ടും ഒരു ഇന്നോവ തന്നെയാണ് വരുന്നത്. ഇത് എങ്ങനെയായിരുന്നു മോഡൽ? 2012 V തന്നെ. 2012 V. അതെ. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഇത് 1:60 1:70 ആ റേഞ്ച് ഓടിയിട്ടുണ്ട് അല്ലേ? എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണല്ലോ വരുന്നത്. അതെ. പിന്നെ അത്യാവശ്യം നമുക്ക് എക്സ്ട്രാ ഫിറ്റിംഗ്സും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ടൈപ്പ് 4 ചെയ്തതാണ് വണ്ടി അല്ലേ? നമുക്ക് എത്ര രൂപ ചെയ്യാൻ പറ്റും ഈ വാഹനം? ഇത് നമുക്ക് 7 ലക്ഷത്തിന് നമ്പർ ആയി കൊടുക്കാം. 7 ലക്ഷത്തിന് നമ്പർ ആക്കിയിട്ട് ചെയ്യാൻ പറ്റും. ഏകദേശം പ്രായമൊക്കെ ഒരു 5-5.25 വരെ നമുക്ക് 5 വരെയൊക്കെ ലോൺ ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്പർ ആയാലേ ചെയ്യാൻ പറ്റും. നമ്പർ ആക്കിയിട്ട് നമുക്ക് നിലവിൽ പെട്ടെന്ന് ലോൺ ചെയ്യാൻ പറ്റിയ ഗ്രേ വണ്ടി മാത്രമേ ഉള്ളൂ. ആണല്ലേ? മറ്റേതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്പർ ആയതിനു ശേഷം ലോൺ ചേഞ്ച് ചെയ്യാം. NOC ഒക്കെ ഓൾറെഡി റെഡി ആണോ? നമുക്ക് നമ്മൾ പാർട്ടിയുടെ പേരിലേക്ക് എടുക്കുന്നത് നമുക്ക് ഡയറക്റ്റ്. അതുകൊണ്ട് നമുക്ക് ഓൺഷിപ്പ് മാറാതെ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റൂല. അടുത്ത തവണ നമുക്കൊരു ഗ്രേ ഫിനിഷിംഗിൽ, ഒരു ഗ്രാനൈറ്റ് ഗ്രേ ഫിനിഷിംഗിൽ വരുന്ന ഒരു ടയോട്ട ഇന്നോവ ക്രിസ്റ്റ. ഇത് ഒറിജിനൽ കേരള വണ്ടി. ഒറിജിനൽ കേരള ടൈപ്പ് 2 ഒറിജിനൽ കേരള വണ്ടി. ടൈപ്പ് 2 നമ്മളിപ്പോ ചെയ്ത വണ്ടിയാണ് അല്ലേ? 11 രജിസ്ട്രേഷനിൽ ഫാൻസി നമ്പറിൽ നിൽക്കുന്ന വണ്ടിയാണല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 1.5 ലക്ഷം കിലോമീറ്റർ പ്രോപ്പർ സർവീസ്. ഇപ്പൊ ജസ്റ്റ് 1.5 ലക്ഷത്തിന്റെ സർവീസ് കഴിഞ്ഞിറങ്ങിയതാണ്. ഒറിജിനൽ കേരള വാഹനമാണ്. അത് നമുക്ക് ഓട്ടോമാറ്റിക് ആണ്. ഇത് Z ആണോ G4? ടോപ്പ് ആൻഡ് Z ഓട്ടോമാറ്റിക്. Z ഓട്ടോമാറ്റിക്. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു മോഡലാണ് Z ഓട്ടോമാറ്റിക്. അലോയ്സ് ഒക്കെ നമ്മൾ ഡയമണ്ട് കട്ടിലേക്ക് ചെയ്തതാണ്. ഓക്കെ. അപ്പൊ എക്സ്റ്റീരിയർ ഇന്റീരിയറും അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ സർവീസസ് പക്കായിട്ട് 100% ഫുൾ അമാന ടൊയോട്ട ഹിസ്റ്ററി എല്ലാം വന്നിട്ടുള്ള ഒരു വാഹനം കൂടിയാണ് അല്ലേ? ഒരു റീപ്ലേസും ഇല്ല, ഒന്നുമില്ല. 100% ഗ്യാരണ്ടി ഒറിജിനൽ കേരള വാഹനം. അത് സിംഗിൾ ഓണർ ഇല്ല? അതെ, സിംഗിൾ അല്ല, സെക്കൻഡ് ഓണർ. ഇത് നമുക്ക് 15 ലക്ഷം വരെ ലോണും ചെയ്യാൻ പറ്റും. എത്ര നമ്മൾ ചോദിക്കുന്നത്? 18,000 നമ്മൾ 18,000. ഒരു 3 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അതും A to Z ഹിസ്റ്ററി ഉള്ള ഒറിജിനൽ കേരള വാഹനം വിത്ത് ഫാൻസി നമ്പറില്ല. ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് മഹീന്ദ്രയുടെ താറ്. അത് ഫുൾ ബ്ലാക്കിൽ 4 വീൽ ഡ്രൈവ് വരുന്ന ഒരു കിടിലൻ വാഹനം. ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഓഫ് റോഡ് ബമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുള്ള ഒരു വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? 2022 കിലോമീറ്റർ 40,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ആണ്. ഡിപ്പെൻസ് നോക്കുമ്പോൾ ഓൺഷിപ്പ് സിംഗിൾ ആണോ വരുന്നത്? സെക്കൻഡ് ആണെന്ന് തോന്നുന്നു. ഇന്ത്യയിലൊക്കെ നോക്കി നമ്മൾ അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് വരുന്നത്. 4x4 മാനുവലിൽ ഏറ്റവും ടോപ്പ് ആൻഡ് വേരിയന്റ് 2022 വെറും 40,000 കിലോമീറ്റർ ഇല്ല. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 14,400 നമ്മൾ ചോദിക്കും. 14,400 സ്ലൈറ്റിലേക്ക് അഡ്ജസ്റ്റബിൾ ആണ്. ചെറിയ അത്യാവശ്യം ഒരു 10 ലക്ഷം വരെ ലോണും ചെയ്യാം. അപ്പൊ മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ ലോൺ ചെയ്യാൻ പറ്റൂല. അതൊരു ക്യൂട്ട് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ്. അതൊരു പ്രീമിയം ലെവലില് 2 ഡോറിൽ വരുന്ന ഒരു മിനി കൂപ്പർ S. അത് നമുക്ക് 2 ഡോറാണ് വരുന്നത്. അതും ഫുൾ ബ്ലാക്കില് S ഓപ്ഷനിൽ ഡോൾട്ടൂണൊക്കെ വരുന്ന ഒരു കിടിലൻ വാഹനം. അതിൽ നമുക്ക് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു അടിപൊളി വാഹനം. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? 2015 അവിടെ സിംഗിൾ ഓണർ ആയിരുന്നു. ഇപ്പൊ നമ്മൾ NOC എടുത്തിട്ടുണ്ട്. അപ്പൊ NOCയിൽ ഇപ്പൊ നമ്മള് ജസ്റ്റ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. അത് നമുക്ക് എഞ്ചിന് മെക്കാനിക്കലൊക്കെ ഫിറ്റ് ആണല്ലോ വണ്ടിയിൽ. മിനി പൊതുവെ നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവാണ്. പിന്നെ 2 ഡോർ കാരണം നല്ല ക്യൂട്ട് ആയിട്ടുള്ള വെഹിക്കിൾ ആണ് വരുന്നത്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 80 സംതിങ് ഓടിയ പെട്രോൾ വണ്ടി. അപ്പൊ ഹിസ്റ്ററി എല്ലാം പക്കയുള്ള വണ്ടി. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 18 വിത്ത് NOC നമ്മൾ ചോദിക്കുന്നത്. NOCയിൽ 18 ലക്ഷം നമുക്ക് ചെയ്യാൻ പറ്റും. 2 ഡോർ ആണ്. അത് നമുക്ക് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കായിട്ടുള്ള വെഹിക്കിൾ അല്ല. അടുത്തൊരു സെമി പ്രീമിയം ലെവലിൽ വരുന്ന ഒരു അടിപൊളി വാഹനമാണ് ക്യാംബ്രി. അതും ഹൈബ്രിഡ് വെഹിക്കിൾ. സോ നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ പറയാം. അത്യാവശ്യം ലോങ് ഡ്രൈവിൽ 30 കിട്ടൂല, നമുക്ക് 20 മുകളിൽ എന്തായാലും കിട്ടും. മുകളിൽ നമുക്ക് എന്തായാലും കിട്ടും. എങ്ങനെയായിരുന്നു ക്യാംബ്രി ഡീറ്റെയിൽസ് വരുന്നത്? ഇത് 2017 വണ്ടിയാണ്. 2017 കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 88,000 കിലോമീറ്റർ ഓടിയ പക്ക കണ്ടീഷൻ വണ്ടി.
യെസ്, അപ്പോൾ നമ്മൾ ഡിപ്പെൻസ് നോക്കുമ്പോൾ ചെറിയ കിലോമീറ്റർ ആണ്, അത് നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ട് കാര്യങ്ങൾ, കൂടെ തന്നെ നമുക്ക് മൈലേജിനും അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക് കൂടിയാണ് വരുന്നത് അല്ലേ? അതെ അതെ. ഇതിപ്പോ വന്ന കണ്ടീഷനിൽ ഇന്ന് സ്റ്റോക്ക് കയറിയ വണ്ടിയാണ്. അപ്പൊ ഈ ഒരു ചെറിയ 2 ബമ്പർ ഒന്ന് ടച്ചപ്പ് ചെയ്യാണ്ട് അതൊക്കെ നമ്മൾ ചെയ്ത് നമ്മൾ പോളിഷ് ചെയ്ത് കൊടുക്കാം അല്ലേ? വന്ന കണ്ടീഷനിൽ ഈ ഒരു ക്വാളിറ്റി ഉണ്ട്. ഈ ഒരു ക്വാളിറ്റി അല്ലേ? എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? ഇത് നമ്മൾ 990 ചോദിക്കുന്നത്. 990 NOC-ലാണ് വരുന്നത്. അപ്പൊ നമ്മൾ മൈലേജ് കൺസിഡർ ചെയ്യുന്നവർക്ക് ഒരു പ്രീമിയം ലെവലിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് നമ്മൾ 10 ലക്ഷത്തിൽ താഴെ ബഡ്ജറ്റ്. അപ്പൊ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, നമ്പർ കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ വേണമെങ്കിൽ നമ്മൾ ലോൺ ആക്കി ചെയ്യാം. ഈ ഒരു കണ്ടീഷനിൽ വന്ന ഈ റേറ്റ് നമ്മൾ 990 ഫൈനൽ റേറ്റ് ഇല്ല. അടുത്തൊരു പ്രീമിയം വെഹിക്കിള് എന്നാൽ മൈലേജ് കൂടി വേണം, ലോ മെയിൻസ് നോക്കുന്നവർക്ക് ഒരു E-Class 250 അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2015 മോഡൽ അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 98,000 കിലോമീറ്റർ ഓടിയാണ്. 98,000 കിലോമീറ്റർ. അത് നമുക്ക് പിന്നെ എല്ലാം ഫിറ്റ് ആണ്, എക്സ്റ്റീരിയർ ഇന്റീരിയർ ഒക്കെ പക്ക. ടയേഴ്സ് കാര്യങ്ങൾ, മെച്ചിലിന്റെ ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വെഹിക്കിൾ ആണ്. എത്ര നമ്മൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് നമ്മൾ 1190 ചോദിക്കും. 1190 അല്ലേ? ഒരു ബെസ്റ്റ് നമുക്ക് എന്തൊരു പിന്നെ ഒരു SUV-ന്റെ പ്രൈസിന് പ്രീമിയം വെഹിക്കിൾ കൊണ്ടുപോകാം. അത് നമുക്ക് ഡെയിലി യൂസിന് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു പ്രീമിയം വെഹിക്കിൾ അല്ലേ? ഇത് നമുക്ക് എഗൈനും സേഫ്റ്റി അതേപോലെ തന്നെ പെർഫോമൻസ് മൈലേജ് എല്ലാം കൺസിഡർ ചെയ്യുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അത് ഓട്ടോമാറ്റിക് വേണ്ടി ഡീസൽ ഓട്ടോമാറ്റിക്. അപ്പൊ DST ഗിയർ ബോക്സോ നല്ല പെർഫോമൻസും നല്ല മൈലേജും ബോഡി വെയിറ്റ് വരുന്ന ഒരു വാഹനമാണ് സ്കോഡ റാപ്പിഡ്. അതും അടിപൊളി കളറില്ല. എങ്ങനെയായിരുന്നു മോഡൽ? 2019 വണ്ടി. 2019 വണ്ടി. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഒരു അപ് ടു 90% ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല ബോഡി വെയിറ്റ്, പെർഫോമൻസ്, നല്ല യാത്രാ കംഫർട്ട്, കൂടെ തന്നെ നമുക്ക് ഡീസലില് ഓട്ടോമാറ്റിക്കലി വരുന്നൊരു വാഹനം. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ ഒരു വാഹനം? നമുക്ക് 690 NOC കൊടുക്കാം. 690 അല്ലേ? ചെറിയൊരു നമുക്ക് ഒരു 60 ഒരു ആഷ് ബാഗ് ഒക്കെ നോക്കുന്ന അതേ പ്രൈസിന് നമുക്കൊരു ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി ആവും. നല്ല മൈലേജ്, 20 കിലോമീറ്റർ എങ്ങനെയായാലും മൈലേജ് കിട്ടും ചെയ്യും. സോ നല്ല പെർഫോമൻസും ഉണ്ട്. അതുവശം നമുക്ക് ബോഡി വെയിറ്റ് വരുന്ന വണ്ടിയാണ് അല്ലേ? അപ്പൊ നമ്മൾ സ്റ്റെബിലിറ്റി കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വെഹിക്കിൾ ആണ്. NOC ആയിട്ട് 690 നമുക്ക് ചെയ്യാൻ പറ്റൂല. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിവൈൻ ഡ്രൈവിലായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഷോറൂമിൽ വരുന്നത്. സോ നമുക്ക് ജസ്റ്റ് നിങ്ങളൊരു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒത്തിരി വാഹനങ്ങൾ കൂടി നമുക്കിവിടെ സ്റ്റോക്ക് കയറാനുണ്ട്. നല്ലൊരു ടയോട്ടയുടെ ക്രിസ്റ്റ കാറുകൾ ഇത് കൂടാതെ നമ്മൾ വീടുകളിൽ പരിചയപ്പെട്ട് കൂടാതെ ഒരു 4 വാഹനങ്ങൾ കൂടി ഇന്നോവ വരാനുണ്ട്, ക്രിസ്റ്റ്യൻ വരാനുണ്ട്. അപ്പൊ ടൊയോട്ടന്റെ വെഹിക്കിൾസ് ഒക്കെ നോക്കുന്നവരെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ക്രിസ്റ്റ, ഇന്നോവ, അതേപോലെ തന്നെ നമുക്ക് ഹൈബ്രിഡിൽ ഒരു ക്യാംറി വരുന്നുണ്ട്, ലിവ വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ലെവലിലെ വാഹനങ്ങളും നമുക്ക് ബഡ്ജറ്റ് മുതൽ എല്ലാ റേഞ്ചിലെ വാഹനങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഷെബീബിക്കായിരുന്നു നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഷെബീബിക്ക് നമ്മുടെ ലൊക്കേഷൻ ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ? ഇത് കോഴിക്കോട് കൊടുവള്ളി, സൗത്ത് കൊടുവള്ളിയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമുക്ക് കാണുന്നത് നേരെ വയനാട് നമ്മളെ ഹൈവേയിൽ തന്നെയാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ എൻക്വയറീസ് നമ്പർ കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ ഡെയിലി അപ്ഡേഷൻ നിങ്ങളുടെ പേജിന്റെ പേരെന്ന് പറഞ്ഞാൽ നിങ്ങൾ? ഡിവൈൻ ഡ്രൈവിനെയാണ്. കൊടുവള്ളി രജിസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഡെയിലി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിൽ അറിയാൻ പറ്റും. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് ഷബീബ് സൈനിങ് ഓഫ്.